പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് ബിറ്റ്കോയിന്റെ ഡെയിലി ചാർട്ടാണ്. ഓക്കെ, ഇന്നിപ്പോൾ കറന്റ് ഡേറ്റ് ഉണ്ടായിരുന്നത് 9th മാർച്ച് ആണ്. വൈകിട്ട് ഒരു 8 മണി കഴിഞ്ഞിട്ടുണ്ടാവും. കുറച്ച് മുൻപുള്ള ഒരു ചാർട്ടാണ്. ഞാനിത് ബിറ്റ്കോയിൻ ഒരു 69,000-68,000 ഒക്കെ ആ റേഞ്ചിൽ നിൽക്കുമ്പോഴുള്ള ഒരു ചാർട്ടാണ്. ഇത് പ്രീവിയസ് ആക്കിയതാണ്. അപ്പോൾ ഇവിടെ ഒരു ഇത് കേട്ടോ, ബിറ്റ്കോയിൻ ആദ്യം ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, പിന്നെ ലോ ക്രിയേറ്റ് ചെയ്തു. ഈ ഹൈ അവിടെ ബ്രേക്ക് ചെയ്തു, പക്ഷെ അത് ഫെയിലായി. താഴോട്ട് വീണ്ടും ഡൗൺ ട്രെൻഡിലേക്ക് പോയി. കുറച്ച് കാലത്തോളം ഡൗൺ ട്രെൻഡിലായിരുന്നു. ഓക്കെ, ഇത് അതുപോലെ ട്രെൻഡ് റിവേഴ്സ് ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പിന്നെയും ഈ ഓൾ ടൈം ഹൈയിലെത്തി. ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷമാണ് ഈ റീസെന്റ് ആയിട്ട് ഒരു 104 ഒക്കെ ആ റേഞ്ചിലേക്കൊക്കെ വന്നത്. 84,000 ഇപ്പോൾ കറന്റ് നിൽക്കുന്നത്. അബവ് 1 lakh സംതിങ് ഒക്കെ വന്നത് ഈ ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷമാണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷം ബിറ്റ്കോയിൻ ഒരു കൺഫർമേഷനോ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ പോലുള്ളവർക്ക് ഒരു എൻട്രി എടുക്കാനുള്ള അവസരമോ ഒക്കെ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യും. ഒരു ബ്രേക്ക് ഔട്ടോ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗണോ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് ആയിട്ട് പോകുന്നു. ഇതിപ്പോ ഇവിടെ ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ ക്രിയേറ്റ് ചെയ്തു. ഈ ഹൈ ക്രിയേറ്റ് ചെയ്തു, പക്ഷെ ഈ ലോനെ വീണ്ടും ഇവിടെ ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഇത് വീണ്ടും ട്രെൻഡ് മാറി ഡൗൺ ട്രെൻഡ് ഉണ്ടായി. അപ് ട്രെൻഡ് ഇവിടെ കഴിഞ്ഞു, ഇവിടെ റിജക്ഷൻ വന്നു, താഴോട്ട് മാർക്കറ്റ് ഹെവി ആയിട്ട് തന്നെ താഴോട്ട് പോയി. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് ഉണ്ടായിരിക്കുന്നത് ഒരു ഹയർ ഹൈസ് ലോവർ ലോസും ട്രെൻഡ് ഡൗൺ ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുക. ലോവർ ലോസും ലോവർ ഹൈസും ക്രിയേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കവേ ഈ ഒരു ഏരിയയിൽ എത്തിയപ്പോൾ വീണ്ടും കണ്ട മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് പിന്നെ ട്രെൻഡ് മാറി. പിന്നെ ഇവിടെ കണ്ടപ്പോൾ മനസ്സിലായി അപ് ട്രെൻഡ് ആണ് പിന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, അങ്ങനെ വീണ്ടും ഈ ഒരു പ്രീവിയസ് ആയിട്ട് പോയ ഈ ഒരു സെല്ലിംഗ് ആണ് ഈ ഏരിയയിൽ വീണ്ടും എത്തി. ഇവിടെ ജസ്റ്റ് കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ്. അസ്യൂം ചെയ്യുക അത് കഴിഞ്ഞ് കുറച്ച് മുന്നത്തെ ചാർട്ടാണ്. ഓക്കെ, ഇത് കഴിഞ്ഞതാ കുറച്ച് ഫ്രണ്ടിലോട്ട് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് കണ്ടോ, ആ ബ്രേക്ക്ഔട്ടിന് ശേഷം മാർക്കറ്റ് നന്നായിട്ട് കൺസോൾട്ടേറ്റ് ആവുന്നുണ്ട്. ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് നമുക്ക് എവിടെയും തരുന്നില്ല. ഏതൊരു അപ് സൈഡും പോകുന്നില്ല, ഒരു ഡൗൺ സൈഡും പോകുന്നില്ല. ഓക്കെ, കണ്ടോ, കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കുറച്ചുകൂടി സ്പീഡ് ആക്കി തരാം. ഇങ്ങനെയാണ് ഇപ്പോൾ കറന്റ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ് സൈഡ് ഒരു പ്രോപ്പർ അപ് സൈഡും ഡൗൺ സൈഡും ഇല്ല. ജസ്റ്റ് ഇത് അങ്ങനെ ഒരു കൺസോൾട്ടേഷൻ ഫേസിലാണ് നിൽക്കുന്നത്. ആർക്കും ക്ലിയർ ആയിട്ട് കാണാമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. ഓക്കെ, ഓക്കെ, ഈ ഒരു ബ്രേക്ക്ഔട്ട് ഇവിടെ നടന്നു, നമ്മൾ കണ്ടു ഓൾറെഡി. ഈ ബ്രേക്ക്ഔട്ട് നടന്നു, കാരണം ഇതിന്റെ മേലെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ക്ലോസിങ് കിട്ടിയിട്ടുണ്ട് ഡെയിലിയിൽ. ഓക്കെ, സ്റ്റിൽ നമുക്ക് നോക്കാം ഇവിടെ എന്താ സംഭവിക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഈ ബ്രേക്ക്ഔട്ടിന് ശേഷം ഉണ്ടാവും മാർക്കറ്റ് ഇവിടെ ഒരു ചാനൽ, ഒരു കൺസോൾട്ടേഷൻ ഫേസ് ആണ്. ഈ ചാനൽ ഫ്ലാഗ് പാറ്റേൺ, അതുപോലെ ചാനൽസ്, സിമെട്രിക്കൽ ട്രയാങ്കിൾസ്, ഇതൊക്കെ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷനോ അല്ലെങ്കിൽ ട്രെൻഡ് റിവേഴ്സലോ പാറ്റേൺസ് ആണ്. അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഇതിപ്പോൾ നമുക്ക് ഗൂഗിളിൽ നോക്കിയാലൊക്കെ കിട്ടും. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടും ഉണ്ടാവും ഇതിനു മുന്നേ. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എനിക്കറിയുന്ന രീതിയിൽ പറഞ്ഞു തരുന്നുള്ളൂ. അങ്ങനെ മാർക്കറ്റ് പിന്നെ ഈ ഒരു ടൈം ഫ്രെയിം, ഈ ഒരു ഡേറ്റിന് 5 മാർച്ച് മുതൽ 2024 മുതൽ ഇവിടെ ഒക്ടോബർ വരെ, മാർച്ച് ടു ഒക്ടോബറിൽ ഇങ്ങനെ ഒരു കൺസൾട്ടേഷനിൽ മാത്രം മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല, ജസ്റ്റ് കണ്ടോ, രണ്ട് ഭാഗത്തും ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കണ്ടോ, ഇവിടെ ഹൈ ക്രിയേറ്റ് ചെയ്യുക, പിന്നെ ലോ ക്രിയേറ്റ് ചെയ്യുക, ഹൈ ക്രിയേറ്റ് ചെയ്യുക, ഈ ലോ എടുക്കുക, വീണ്ടും ആ ഹൈ എടുക്കുക, വീണ്ടും ഈ ലോ ലിക്വിഡേറ്റ് ചെയ്യുക, ഈ ഹൈ എടുക്കുക, ലിക്വിഡേറ്റ് ചെയ്യുക, പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഒരു മൂവ്മെന്റ് വന്ന് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് കിട്ടി. ശരി, ഒരു റീടെസ്റ്റ്, ഇത് കൺഫേം ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് ശേഷം നല്ലൊരു ക്യാൻഡിലായിട്ട് മേലൊരു ക്ലോസിങ് കണ്ട. ഇവിടെ ഈ ഏരിയ ഈ ഒരു ഹൈയും ബ്രേക്ക് ചെയ്തു, ഈ ഒരു ഹൈയും ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നു. ഈ വലിയ ക്യാൻഡിലിന്റെ താഴെ വന്നിരിക്കുന്നത്, അപ്പൊ അത് വലിയ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല ബ്രേക്ക് ഔട്ട് ആയിട്ട്. അതിനുശേഷം ഉണ്ട് മാർക്കറ്റ് ഇവിടെ കൺസൾട്ട് ചെയ്തത്, വീണ്ടും ഒരു ഹൈ, നല്ലൊരു ബ്രേക്ക് ഔട്ട് ഇത് അവിടെ തന്നു. ഈ രണ്ട് ക്യാൻഡിൽസ് നല്ല ബുള്ളിഷ് ആയിട്ടുള്ള രണ്ട് മൂവ്മെന്റ് ആണ്. ഓക്കെ,
അങ്ങനെ ഇരിക്കെ നമുക്ക് അപ് ട്രെൻഡ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഓൾറെഡി ആ മാർക്കറ്റ് അപ് ട്രെൻഡ് ആണ്. അതിനുശേഷം മാർക്കറ്റ് ഒരു ഫ്ലാഗ് പാറ്റേൺ അല്ലെങ്കിൽ ഒരു ചാനൽ പാറ്റേൺ എന്നൊക്കെ പറയാം. ഇങ്ങനെയാണ് ഒരു ജനറൽ അസംഷൻ. എല്ലാത്തിനും നമുക്ക് അസംഷൻ വെച്ചിട്ട് കാണാം, അസ്യൂം ചെയ്യാനേ പറ്റത്തുള്ളൂ. പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ ഇന്നത് സംഭവിക്കുന്ന 100% മാർക്കറ്റിനെ മൂവ് ചെയ്യിക്കാനൊന്നും ആർക്കും പറ്റില്ല. ജസ്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ അവരുടെ അസംഷൻ വെച്ചിട്ടാണ് എല്ലാവരും ഓരോ ഡയറക്ഷൻ ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഹൈ ക്രിയേറ്റ് ചെയ്തു, ഓൾറെഡി ഒരു ട്രെൻഡ്, ആ പുള്ളിഷ് മൂവ്മെന്റ് വന്നു, പിന്നെ ഒരു കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യണം അല്ലെങ്കിൽ ആ ട്രെൻഡ് റിവേഴ്സ് ചെയ്ത് താഴെ പോകണം. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് ആൻഡ് റീടെസ്റ്റ് എന്നൊക്കെ പറയാം. ബ്രേക്ക് ഔട്ട് ആൻഡ് റീടെസ്റ്റ് കിട്ടി. ഓക്കെ, ഏരിയ ബ്രേക്ക് ചെയ്തു, റീടെസ്റ്റ് ചെയ്തു, നല്ലൊരു ക്യാൻഡിൽസ് ഇവിടെ ഫോം ചെയ്തു. ഈ ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് അത്യാവശ്യം നല്ലൊരു എൻട്രി എടുക്കാനുള്ള ചാൻസ്. ഓക്കെ, ഇതിപ്പോ ഒരു ലോങ് പൊസിഷൻ ഇവിടെ ഇപ്പൊ കറന്റ് മാർക്കറ്റ് ഇവിടെ നിൽക്കുന്നത് വിചാരിക്കാം. ഓക്കെ, ഇവിടെ ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്തു. ഈ സ്വിങ്ങിന് താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്താൽ മതി. ഇവിടെ കണ്ടാവും, ഇവിടെ കുറച്ചൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ മേ ബി മാർക്കറ്റ് വന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് പോയാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് പോകും. അതുകൊണ്ട് പ്രീവിയസ് ആയിട്ടുള്ള ഈ സ്വിങ്ങിലോ ഇല്ലേ, ഇതിന്റെ ജസ്റ്റ് താഴത്തായിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ കീപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ടാർഗറ്റ് ആയിട്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് മിനിമം ഒരു 1:2 എങ്കിലും വേണം, എന്നാലേ ഇതൊരു പ്രോപ്പർ ആവത്തുള്ളൂ. ഓക്കെ, ഇവിടെ 1:2 ആയിട്ടുണ്ടോ. ഇതായിരുന്നു ആ ഒരു എൻട്രി സെറ്റപ്പ് ഇവിടെ. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് മൂവ് ചെയ്തോ, ഇത് കുറച്ച് താഴോട്ട് വന്നു, പിന്നെ ഉണ്ടോ നല്ലൊരു മൂവ്മെന്റ് തന്നെ അവിടെ കിട്ടി. ഇത്രയും കാലത്ത് ഈ കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ലിക്വിഡിറ്റി എഞ്ചിനീയറിംഗ്, ലിക്വിഡിറ്റി നല്ല ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ അത് നല്ലൊരു മൂവ്മെന്റ് തന്നെ ഇതിൽ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ലുക്ക്, മാർക്കറ്റ് കണ്ടോ, പക്ഷെ നല്ല ലെങ്ത് ആയിട്ടില്ല, നല്ലൊരു ബുള്ളിഷ് മൂവ്മെന്റ് ഇവിടെ കാണും. ഇത്രയും കാലത്ത് ഈ കൺസോൾട്ടേഷന് ശേഷം മാർക്കറ്റ് എക്സ്പ്ലോർഡ് ചെയ്തതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഓക്കെ, ഇവിടെ ഈ 1:2 ടാർഗറ്റ് ഓൾമോസ്റ്റ് 21,222 പോയിന്റ്സ്, 10,000 പോയിന്റ്സ്. ഇതൊരു സ്വിംഗ് ട്രേഡിങ്ങോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈം ട്രേഡിനെ നടക്കത്തുള്ളൂ. ഇൻട്രാ ട്രേഡിംഗ് അല്ല ഞാൻ പറഞ്ഞത്, ഡെയിലി ടൈം ഫ്രെയിമിൽ അനലൈസ് ചെയ്ത് ഡെയിലി ടൈം ഫ്രെയിമിലാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ചാർട്ടിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ എൻട്രി സെറ്റപ്പ് ഒക്കെ സിമ്പിൾ ആണ്. കാരണം ഇവിടെ ഈ എൻട്രി നമുക്ക് കൺസിഡർ ചെയ്യാനുള്ള ഒരു ചാൻസ് എന്താണെന്ന് വെച്ചാൽ, ഈ ക്യാൻഡിൽ കൺസിഡർ ചെയ്യേണ്ട, അത് ഓൾറെഡി ഇത് താഴെ ക്ലോസ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിന് ശേഷം ഇതിന്റെ മൊമെന്റം കുറഞ്ഞു. ഓക്കെ, കുറഞ്ഞ് ഇങ്ങനെ കളിച്ച് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇവിടെ അങ്ങനെ മാർക്കറ്റ് സ്റ്റക്ക് ആയിക്കുമ്പോൾ പെട്ടെന്ന് ഇവിടുന്ന് ഒരു ക്യാൻഡിൽ, ഒരു ദിവസത്തെ ക്യാൻഡിലാണിത്, ഇത് നല്ല ബുള്ളിഷ് മൂവ്മെന്റ് കാണിച്ച്, ഇത് നല്ല ബുള്ളിഷ് മൂവ്മെന്റ് കാണിച്ച്. അപ്പൊ നമുക്ക് മനസ്സിലായത് ഈ ബ്രേക്ക്ഔട്ട് ജെന്യൂൻ ആയിട്ടുള്ള ബ്രേക്ക്ഔട്ട് ആണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ എൻട്രി ചെയ്യാം, നോ പ്രോബ്ലം. ബട്ട് പിന്നെ ഞാൻ നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു കുറച്ചുകൂടി താഴെ കിട്ടാൻ നല്ലത്. കാരണം ഒരു ചെറിയൊരു റിട്രേസ്മെന്റ് നടത്തിയിട്ട് മാർക്കറ്റ് മേലോട്ട് പോകുക, ഒറ്റയടിക്ക് തന്നെ പോകുന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് നടന്നില്ലേ. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് നമുക്ക് ഈ ഒരു ഏരിയയിലൂടെ എൻട്രി ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ഉണ്ട്. ഈ ഒരു സ്വിങ്ങിനോട് താഴെ പറഞ്ഞാൽ ഇവിടേക്ക് വെച്ച് ചിലപ്പോൾ വന്നതാ, ഇവിടുന്ന് ഇതുണ്ടോ, ഇവിടെ ആരും വന്നോളൂ, ചിലപ്പോൾ ഒന്നൊരു ലിക്വിഡിറ്റി സ്വീപ്പോ അല്ലെങ്കിൽ ഒരു സ്വീപ്പ് ചെയ്തിട്ട് മേലോട്ട് കയറിപ്പോകാൻ ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ടാണ് താഴെ വെച്ചേക്കുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള അന്വേഷണം. ഇത് ഇൻട്രാഡേ ടൈം ഫ്രെയിമിലോ 5 മിനിറ്റ്സ് ആണ് അസ്യൂം ചെയ്യാം. ഒരു ഹാഫ് ട്രെൻഡ് കഴിഞ്ഞു, വീണ്ടും മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്യുന്നു, ഇവിടെ ബ്രേക്ക്ഔട്ട് ചെയ്യുന്നു, റീടെസ്റ്റ് ചെയ്യുന്നു, പോകുന്നു. 1:2 മിനിമം കീപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോ ഈ ഒരു എൻട്രി സെറ്റപ്പ് ഇതെല്ലാം എല്ലാവർക്കും മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു അസംഷൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം, അതിലൊന്നും കുഴപ്പമില്ല. ജസ്റ്റ് ഞാൻ നോക്കിയിട്ട് എന്താ വെച്ചാൽ റിപ്ലൈ തരുന്നതാണ്, ഞാൻ റിപ്ലൈ തരാം. ഓക്കെ, അതല്ലാണ്ട് പിന്നെ പറയാനുള്ളത്, ഈ ചാനൽ തുടങ്ങിയിട്ട് അതിന് മാത്രം ഒന്നും ആയിട്ടില്ല. അപ്പൊ അതിനനുസരിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഞാൻ കൂടുതൽ വീഡിയോസ് ഇടാം. അപ്പോൾ നിങ്ങളിങ്ങനെ സപ്പോർട്ട് ചെയ്യും, ലൈക്കൊക്കെ തന്നാലുള്ളൂ കുറച്ചും കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഫ്രീ ആകുമ്പോൾ സൺഡേസിലും അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ഡേയ്സിലൊക്കെ ഞാൻ മാക്സിമം എഫേർട്ട് എടുത്ത് ഓരോന്ന് കണ്ടുപിടിച്ച് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്, അപ്ലോഡ് ചെയ്യാൻ. പിന്നെ ഓരോ തിരക്കൊക്കെ കാരണം എന്തെങ്കിലും പരിപാടി ഉണ്ടാകുന്നതിനെ കൊണ്ടാണ് ഇടാൻ പറ്റാത്തത്. ഇതന്നെ ഞാൻ കുറേ ദിവസമായി നോക്കി വെച്ചേക്കുന്നു, ഇപ്പോഴാണ് എനിക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കാം. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ, ബൈ.